Hi, hello, my dear students. We can start the part 5 class, our chapter 3, Movements of the Earth, Rotation and Revolution. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ ഈ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചർ ഈ ഒരു ചാപ്റ്ററിന് തന്നെ 4 പാർട്ടുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, 4 ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം വേണം നിങ്ങൾ ഈ പാർട്ട് 5 ക്ലാസ്സിലേക്ക് വരാൻ. അപ്പോൾ ഈ കഴിഞ്ഞ പാർട്ട് 4 ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. പാർട്ട് 4 ക്ലാസ്സിൽ ടീച്ചർ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഗ്രീനിച്ച് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? അപ്പം നമുക്കറിയാം, അതാണ് പാർട്ട് 4 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതാണ് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം. ദ ലോക്കൽ ടൈം അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ് വിൽ ബി ഡിഫറെൻറ്റ്. നമ്മൾ പറഞ്ഞതാണ് വാട്ട് ഈസ് ലോക്കൽ ടൈം. അതായത് ഓരോ ലോഞ്ചിറ്റ്യൂഡിലും സണ്ണിൻ്റെ പൊസിഷനാണ് അവിടുത്തെ ലോക്കൽ ടൈം. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് 10, 20, 30, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 30 ലോഞ്ചിറ്റ്യൂഡുകളാണ് ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ 30 ലോഞ്ചിറ്റ്യൂഡിലും 30 ലോക്കൽ ടൈംസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു രാജ്യത്ത് തന്നെ പല ലോക്കൽ ടൈം വരുന്നത് എന്തുണ്ടാക്കും? ഇറ്റ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ. To overcome this crisis, based on international understanding, countries have selected a longitude which is a multiple of 7.5 degree longitude as standard meridian. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം, ആ രാജ്യത്ത് പല ലോക്കൽ ടൈം വരുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അവർ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ എന്ത് തീരുമാനിക്കുന്നു? അവരുടെ ഒരു ലോഞ്ചിറ്റ്യൂഡ് അവർ സെലക്ട് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് ലോഞ്ചിറ്റ്യൂഡായിട്ട്, സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട്. ആ ലോഞ്ചിറ്റ്യൂഡ് സെലക്ട് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ആ രാജ്യത്തിൻ്റെ മിഡിൽ പോർഷനിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ആയിരിക്കണം, ഫസ്റ്റ് വൺ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. എന്തിനാണ് ഈ 7.5 ഡിഗ്രി എടുത്തിരിക്കുന്നത്? ടീച്ചർ നിങ്ങളോട് പറഞ്ഞു 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് 1 അവറിൻ്റെയാണ് ഡിഫറൻസ്. അപ്പോൾ 1 അവർ ഡിഫറൻസ് വരാത്ത ചെറിയ രാജ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1 അവർ എന്നുള്ളത് 30 മിനിറ്റായിട്ട് നമ്മൾ കുറച്ചു. 30 മിനിറ്റ് കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ എർത്ത് എടുക്കുന്ന സമയം എത്ര ലോഞ്ചിറ്റ്യൂഡാണ് കവർ ചെയ്യേണ്ടത്? 15ൻ്റെ പകുതി, അതായത് 7.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ചെറിയ രാജ്യങ്ങൾക്ക് പോലും, ഏരിയ കുറവുള്ള രാജ്യങ്ങൾക്ക് പോലും ഓക്കെ ആകുന്ന രീതിയിലാണ് ഈ 7.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ നമ്മളൊരു ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മൾട്ടിപ്പിളും ആയിരിക്കണം ഏത്? നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മെറിഡിയൻ. സോ ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇൻ എ കൺട്രി ഈസ് ദ മെറിഡിയൻ ദാറ്റ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് ദ കൺട്രി and it is also a multiple of 7.5 degree longitude. Okay, the local time at the standard meridian is the time of that particular country or the standard time of that country. അപ്പോൾ നമ്മൾ ഏത് ലോഞ്ചിറ്റ്യൂഡിനെയാണോ നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് സെലക്ട് ചെയ്തത്, ആ ലോഞ്ചിറ്റ്യൂഡിലെ ലോക്കൽ ടൈമാണ് ആ രാജ്യം മുഴുവൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ടൈം. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് ടൈം കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, വാട്ട് ഈസ് ഗ്രീനിച്ച് ടൈം? ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടൈം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ലോഞ്ചിറ്റ്യൂഡ്സ്. യു ഓൾറെഡി സ്റ്റഡി. ടൈം എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓൾ മെറിഡിയൻസ് ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡ് ആർ സെമി സർക്കിൾസ് ആൻഡ് സെയിം ലെങ്ത്. എല്ലാ ലോഞ്ചിറ്റ്യൂഡുകളും സെമി സർക്കിൾ ആയിരിക്കും, അതുപോലെ സെയിം ലെങ്ത് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡ് എവിടുന്നോ എങ്ങോട്ടാണ് പോവുക? ഫ്രം നോർത്തേൺ പോളാർ ഏരിയ ടു സൗത്തേൺ പോൾ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഓൾ ആർ സെമി സർക്കുലർ ലൈൻസ് ആൻഡ് സെയിം ലെങ്ത്.
So for international time calculation, the longitude that passes through the Royal British Observatory of England is taken as 0 degree meridian. അപ്പോൾ ഞാൻ ഒരു ഇത് നിങ്ങളെ കാണിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡുകളെല്ലാം തന്നെ സെമി സർക്കുലർ ആണ്, അതുപോലെ തന്നെ ഈക്വൽ ലെങ്ത് ആണ്. അതുകൊണ്ട് ഏത് ലോഞ്ചിറ്റ്യൂഡിനെ നമുക്ക് 0 ഡിഗ്രി ആക്കണം? നമുക്കറിയാം ലാറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ നോ ഡൗട്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഏറ്റവും സെൻട്രലിലൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലുത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റർ എന്ന് പേരിട്ടോണ്ട് അതിന് 0 ഡിഗ്രി കൊടുത്തു. ഓക്കെ, അവിടെ ഓക്കെ ആയിരുന്നു. പക്ഷേ ലോഞ്ചിറ്റ്യൂഡുകളുടെ കാര്യം വന്നപ്പോൾ ആകെ കൺഫ്യൂഷനാണ്. കാരണം എന്താണ്? എല്ലാ ലോഞ്ചിറ്റ്യൂഡും ഒരേ ലെങ്ത് ഉള്ളതാണ്, അതുപോലെ തന്നെ എല്ലാം സെമി സർക്കുലർ ആണ്. അപ്പോൾ ഏതാണ് 0 ഡിഗ്രി ആകുക? അപ്പോൾ ഇംഗ്ലീഷുകാരാണ് നമ്മുടെ ഈ ടൈം കാൽക്കുലേഷനും അതുപോലെ തന്നെ ഈ ലോഞ്ചിറ്റ്യൂഡുകളുടെ ഇമ്പോർട്ടൻസും ഒക്കെ മനസ്സിലാക്കി ടൈം കാൽക്കുലേഷനെ ഒരു സിസ്റ്റമാറ്റിക് ആക്കിയത് ഇംഗ്ലീഷുകാരാണ്, ഇംഗ്ലണ്ടിലെ ആൾക്കാരാണ്. നമുക്കറിയാം ഒരു കാലത്തെ ഇംഗ്ലണ്ടിലെ ആൾക്കാരായിരുന്നു എല്ലാ കാര്യത്തിൻ്റെയും ലീഡർഷിപ്പ്, അവരായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരാണ് ഈ ടൈം കാൽക്കുലേഷൻ്റെയും ലീഡർഷിപ്പ് എടുത്തത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ റോയൽ ഒബ്സർവേറ്ററി ഇരിക്കുന്ന സ്ഥലത്തൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ആ ലോഞ്ചിറ്റ്യൂഡിനെ അവരെന്ത് പറഞ്ഞു? ഇതിനെ നമുക്ക് 0 ഡിഗ്രി ആക്കാം. ഓക്കെ, ആ 0 ഡിഗ്രിയെ ബേസ് ചെയ്തുകൊണ്ട് മറ്റ് ലോഞ്ചിറ്റ്യൂഡുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയും ടൈം കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷുകാർ അവരുടെ രാജ്യത്തൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനെ 0 ഡിഗ്രി ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇംഗ്ലീഷുകാരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കാലത്ത് എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് മീൻ ടൈം എന്നുള്ള ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീനിച്ച് മീൻ ടൈം ഇതിലൂടെ ഏത് ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മുടെ ഗ്രീനിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്ന് പറയുക? ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഓഫ് ഇംഗ്ലണ്ട് ഈസ് ടേക്കൺ ആ 0 ഡിഗ്രി. അതെന്തിന് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, ടീച്ചറെ അതെന്നെ ഇംഗ്ലണ്ടിൽ കൂടെ പോകുന്ന ഇന്ത്യയിൽ കൂടെ പോകുന്നതിന് എന്തുകൊണ്ട് എടുത്തില്ല? ഇന്ത്യക്കാരല്ലായിരുന്നു ആ കാര്യങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്തത്, ഇംഗ്ലീഷുകാരായിരുന്നു. അതുകൊണ്ട് അവരുടെ രാജ്യത്തൂടെ പോകുന്ന അവരുടെ റോയൽ ഒബ്സർവേറ്ററി ഇരിക്കുന്ന സ്ഥലത്തൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ 0 ഡിഗ്രി ആക്കി. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പോൾ സോ ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഇൻ ഇംഗ്ലണ്ട് ഈസ് ടേക്കൺ ആ 0 ഡിഗ്രി മെറിഡിയൻ. ദിസ് ഈസ് കോൾഡ് എ പ്രൈം മെറിഡിയൻ. ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഗ്രീനിച്ച്. അതുകൊണ്ട് ആ മെറിഡിയന് എന്ത് പേരും കൂടെ വന്നു? ഗ്രീനിച്ച് മെറിഡിയൻ, പ്രൈം മെറിഡിയൻ, 0 ഡിഗ്രി മെറിഡിയൻ. ഓക്കെ, ദ ലോക്കൽ ടൈം അറ്റ് പ്രൈം മെറിഡിയൻ ഈസ് കോൾഡ് ദ ഗ്രീനിച്ച് മീൻ ടൈം. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമുക്ക് പോയി കാണാവുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്രീനിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ. അവിടെ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുകൾ ആ മെറിഡിയൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്ന് ആ ടൈമിൻ്റെ വ്യത്യാസമൊക്കെ മനസ്സിലാക്കുകയും ഫോട്ടോകളൊക്കെ എടുക്കുകയും ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് സ്ഥലം കൂടിയാണ് ഈ ഗ്രീനിച്ച് മെറിഡിയൻ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ബ്രിട്ടീഷുകാരുടെ ഒരു റോയൽ ഒബ്സർവേറ്ററി, ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററിയുടെ സ്ഥലമായിരുന്നു. സോ ദേ ടേക്ക് ദാറ്റ് പർട്ടിക്കുലർ മെറിഡിയൻ ആസ് ദ പ്രൈം മെറിഡിയൻ ആൻഡ് വി കോൾ ദാറ്റ് പ്രൈം മെറിഡിയൻ ഗ്രീനിച്ച് മെറിഡിയൻ ആൻഡ് ഇറ്റ് ഈസ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് all the time is calculated based on this prime meridian. ഓക്കെ, അപ്പോൾ ഈ പ്രൈം മെറിഡിയനെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ആ ഗ്രീനിച്ച് മെറിഡിയനിലെ ലോക്കൽ ടൈമാണ് ഗ്രീനിച്ച് മീൻ ടൈം. ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈം മെറിഡിയൻ ഈസ് കോൾഡ് ദ ഗ്രീനിച്ച് മീൻ ടൈം. ഓക്കെ, ഇതാണ് അതിനുവേണ്ടി ടീച്ചർ എടുത്തു വെച്ചിരിക്കുന്ന ഡയഗ്രം. ഇതാണ് 0 ഡിഗ്രിയെ ഈ ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്ന മെറിഡിയനാണ് 0 ഡിഗ്രി. അതിനെ നമ്മൾ 2 പേര് വിളിക്കും. പ്രൈം മെറിഡിയൻ എന്നും വിളിക്കും, ഗ്രീനിച്ച് മെറിഡിയൻ എന്നും വിളിക്കും. അതിന് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് നമുക്ക് അങ്ങനെയും വിളിക്കാം. ഓക്കെ, രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കിയേ. അവിടെ പ്രൈം മെറിഡിയൻ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതാണ് 0 ഡിഗ്രി. അവിടെ നിന്നും നോക്കുക, നമ്മൾ ഈ നമ്മുടെ ഗ്ലോബിനെ പ്രൈം മെറിഡിയൻ്റെ ബേസിൽ 2 പാർട്ടാക്കി പറയുന്നു.
പ്രൈം മെറിഡിയൻ്റെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്, പ്രൈം മെറിഡിയൻ്റെ ലെഫ്റ്റിലുള്ളതെല്ലാം വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്. ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്, വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള ആ ഒരു ഡിഫറൻസ് വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈസ്റ്റും വെസ്റ്റും വന്നത് മറ്റൊന്നുമല്ല, പ്രൈം മെറിഡിയൻ്റെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം ഈസ്റ്റും പ്രൈം മെറിഡിയൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ വെസ്റ്റും. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളെന്നും ഈസ്റ്റേൺ രാജ്യങ്ങളെന്നും പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഈ പ്രൈം മെറിഡിയൻ, അതായത് ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററിയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന മെറിഡിയൻ, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, ഗ്രീനിച്ച് മെറിഡിയൻ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ ഈസ്റ്റ് എന്നും വെസ്റ്റ് എന്നും തിരിച്ചിരിക്കുക. ഓക്കെ, പ്രൈം മെറിഡിയൻ്റെ റൈറ്റ് ഉള്ളതെല്ലാം ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡുകളും പ്രൈം മെറിഡിയൻ്റെ ലെഫ്റ്റിലുള്ളതെല്ലാം വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡുകളുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇതിലിവിടെ വരും. നമ്മുടെ ഇന്ത്യ പ്രൈം മെറിഡിയൻ്റെ റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് നമ്മൾ ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡിൽ വരുന്നു. അമേരിക്ക പ്രൈം മെറിഡിയൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, അതുകൊണ്ട് അമേരിക്ക വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഈസ്റ്റും വെസ്റ്റും തിരിച്ചിരിക്കുന്നത് പ്രൈം മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പ്രൈം മെറിഡിയൻ്റെ റൈറ്റ് സൈഡെല്ലാം ഈസ്റ്റും പ്രൈം മെറിഡിയൻ്റെ ലെഫ്റ്റ് സൈഡെല്ലാം വെസ്റ്റുമായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു നമ്മുടെ ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വാട്ട് വിൽ ബി ദ ടൈം അറ്റ് 1 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 1 ഡിഗ്രി വെസ്റ്റ് വെൻ ഇറ്റ് ഈസ് 10 AM ഇൻ ഗ്രീനിച്ച് ലോഞ്ചിറ്റ്യൂഡ്? ഗ്രീനിച്ചിൽ 10 AM ആയിരിക്കുമ്പോൾ 1 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും സമയം? ഒരു ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രീനിച്ച് ടൈമിനേക്കാൾ 4 മിനിറ്റ് മുന്നോട്ടായിരിക്കും അല്ലേ? 4 മിനിറ്റ് അവരെ മുൻപിലോട്ടും, ഗ്രീനിച്ച് മെറിഡിയൻ്റെ വെസ്റ്റിലുള്ളവരെ 1 ഡിഗ്രി വെസ്റ്റിലേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് കുറവുമായിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലുള്ളവരാണ് ആദ്യം സൂര്യനെ കാണുന്നത്. ഈസ്റ്റിലുള്ളവർക്ക് സമയം ഇൻക്രീസ് ചെയ്യുന്നു, വെസ്റ്റിലുള്ളവർക്ക് സമയം ഡിക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ട് വെസ്റ്റുകാർക്ക് സമയം ഡിക്രീസ് ചെയ്യുന്നു? അവർ ഈസ്റ്റുകാരേക്കാൾ പിന്നീടാണ് സൂര്യൻ്റെ നേരെ വരിക. നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. അപ്പോൾ ഈസ്റ്റ് എപ്പോഴും ടൈം ഇൻക്രീസ് ചെയ്തു പോകുന്നു, വെസ്റ്റ് എപ്പോഴും ടൈം ഡിക്രീസ് ചെയ്തു വരുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദ റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എർത്ത് എടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റ്. അപ്പോൾ ഗ്രീനിച്ച് ടൈമിൽ നിന്നും 1 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, 1 ഡിഗ്രി വെസ്റ്റിലേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ 4 മിനിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ 1 ഡിഗ്രി ഈസ്റ്റിലെ സമയം 10:04 AM, 10 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രി വെസ്റ്റിലെ സമയം എത്രയായിരിക്കും? 9:56, 9:56. 4 മിനിറ്റ് ഡിക്രീസ് ചെയ്യുന്നു, 9:56. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഇറ്റ് ഈസ് 9 PM അറ്റ് ഗ്രീനിച്ച് മെറിഡിയൻ, വാട്ട് വിൽ ബി ദ ടൈം അറ്റ് 30 ഡിഗ്രി ഈസ്റ്റ്? 30 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും സമയം? ഗ്രീനിച്ച് സമയം എത്രയാണ്? 9 PM, രാത്രി 9 മണി. ഗ്രീനിച്ചിൽ രാത്രി 9 മണിയാവുമ്പോൾ 30 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും സമയം? 15 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 1 അവർ ഇൻക്രീസ് ചെയ്യും. 30 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 2 hours. നമുക്കറിയാം 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 അവറാണ്. അപ്പോൾ ഈസ്റ്റിലേക്ക് ആകുമ്പോൾ നമ്മൾ 1 അവർ എന്ത് ചെയ്യണം? 15 ഡിഗ്രി വരുമ്പോൾ 1 അവർ കൂടി. അപ്പോൾ 9 PM എന്നുള്ളത് 10 PM ആയി. വീണ്ടും 15 ഡിഗ്രിയും കൂടെ ഈസ്റ്റിലേക്ക് പോകണം 30 ഡിഗ്രി ഈസ്റ്റിലെത്തണം. അപ്പം വീണ്ടും 1 മണിക്കൂർ കൂട്ടണം. ടോട്ടൽ എത്ര മണിക്കൂർ കൂട്ടണം? 0 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രി ഈസ്റ്റിലെത്താൻ 2 hours. 2 hours ആഡ് ചെയ്യുക. 9 PM കൂട്ടത്തിൽ 2 hours ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 11 PM. 9 PM 1 മണിക്കൂർ ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 10 PM. വീണ്ടും 1 മണിക്കൂർ ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 11 PM. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്?
നമ്മൾ ക്ലോക്കിൽ കണ്ടുപിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ വാച്ചിൽ കണ്ടുപിടിക്കുന്നത് പോലെ സമയം കണ്ടുപിടിക്കണം. 9 PM നിന്നും 2 മണിക്കൂർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മൾ എങ്ങനെയാണോ ക്ലോക്കിൽ ആഡ് ചെയ്യുന്നത്, 9 PM, 1 മണിക്കൂർ കൂടി പോകുമ്പോൾ 10 PM, വീണ്ടും 1 മണിക്കൂർ കൂടി പോകുമ്പോൾ 11 PM. ഓക്കെ. Then, how the standard time in India is calculated? ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കണ്ടുപിടിക്കണം, അല്ലേ? ഇന്ത്യയുടെ മിഡിലിലൂടെ പോകുന്ന 7.5 ഡിഗ്രിയുടെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന ആ ഒരു പർട്ടിക്കുലർ മെറിഡിയൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. The local time at the standard meridian is the standard time of India. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കണ്ടുപിടിക്കുക? There is around 30 longitudinal differences between India's easternmost state Arunachal Pradesh and the westmost state Gujarat. ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റിലുള്ള നമ്മുടെ സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. അവിടെ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? 97.25 ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്. ഇന്ത്യയുടെ ഏറ്റവും വെസ്റ്റിലുള്ള സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. അവിടുത്തെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? 68.07 ഈസ്റ്റ്. നമുക്ക് ഈ ഡെസിമൽ ഭാഗങ്ങൾ കളഞ്ഞാൽ നമുക്ക് 9768 ഡെസിമൽ ഭാഗങ്ങൾ നമ്മൾ തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് 97, ഇന്ത്യയുടെ ഗുജറാത്ത് എന്ന് പറയുന്ന വെസ്റ്റ് ഭാഗത്ത് നമ്മൾ 68 തൊട്ട് 97 വരെ ആകെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡുകൾ 30. There is around 30 longitudinal difference between India's east and west. So there is almost 2 hours difference in local time of these places. ഗുജറാത്തിലെ ലോക്കൽ ടൈമും അരുണാചൽ പ്രദേശിലെ ലോക്കൽ ടൈമും 30 ലോഞ്ചിറ്റ്യൂഡുകളുടെ ഡിഫറൻസിൽ നിൽക്കുക. 30 ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എത്ര സമയത്തിൻ്റെ വ്യത്യാസം വരും? 30 × 4, അല്ലേ? ഒരു ലോഞ്ചിറ്റ്യൂഡ് കവർ ചെയ്യാൻ 4 മിനിറ്റ്. അങ്ങനെ 30 ലോഞ്ചിറ്റ്യൂഡുകൾ എർത്തിന് ടേൺ ചെയ്യാനായിട്ട് 30 × 4 120 മിനിറ്റ്. 30 × 4 120 മിനിറ്റ്. 120 മിനിറ്റിനെ നമ്മൾ അവർ ആക്കിയാൽ എത്ര വരും? 120 ഡിവൈഡഡ് ബൈ 60, ദാറ്റ് മീൻസ് 2 hours. അപ്പോൾ ഗുജറാത്തും നമ്മുടെ അരുണാചൽ പ്രദേശും തമ്മിലുള്ള സമയ വ്യത്യാസം, ലോക്കൽ സമയത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 2 hours. മനസ്സിലായല്ലോ? അപ്പോൾ ഗുജറാത്തിലുള്ള ആളുകൾക്ക് രാവിലെ 8 AM ആകുമ്പോൾ അരുണാചൽ പ്രദേശിലുള്ളവരുടെ ലോക്കൽ ടൈം എത്രയാകും? അവർക്ക് 10 AM ആകും. 8ഉം 2ഉം 10. മനസ്സിലായല്ലോ? അപ്പോൾ ഗുജറാത്തുകാർക്ക് അവരുടെ ലോക്കൽ ടൈം 8 AM ആകുമ്പോൾ അരുണാചൽ പ്രദേശിലുള്ള ആളുകൾക്ക് 10 AM ആയിരിക്കും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്ര വിശാലമായതുകൊണ്ട് ഇന്ത്യയുടെ ലോക്കൽ ടൈം ഇത്രയും ഡിഫറൻസ് ആണ്. ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ മിഡിൽ പോർഷനിലൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ കണ്ടെത്തുന്നു. നമുക്കൊന്ന് കണ്ടെത്താം. 97 + 68 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 97, 68 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 165 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് മീൻസ് 82.5. അപ്പോൾ to avoid the practical difficulty caused by this, a standard time has been fixed for India. The 82.5 degree east longitude, which is a multiple of 7.5 degree longitude, is selected as the standard meridian of our country. അപ്പോൾ നമുക്ക് 68ഉം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല, 97ഉം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിഡിലുള്ള ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ സെലക്ട് ചെയ്തു, 82.5 ഡിഗ്രി. അത് 7.5ൻ്റെ മൾട്ടിപ്പിളുമാണ്. സോ അത് നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്തു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ദ ലോക്കൽ ടൈം ഇൻ ദിസ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് ടേക്കൺ ആസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഗുജറാത്ത് തൊട്ട് അരുണാചൽ പ്രദേശ് വരെയുള്ള എല്ലാ സ്റ്റേറ്റുകാരും 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ലോക്കൽ ടൈം എത്രയാണോ അത് അവരുടെ വാച്ചിൽ ക്ലോക്കിൽ നമ്മൾ തിരിച്ചു വെച്ചോണം. അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം.
അല്ലാതെ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിനും ഞങ്ങളുടെ ലോക്കൽ ടൈം 8 മണിയാണ്, ഞങ്ങളുടേത് 8:30 ഞങ്ങളുടേത് 9 മണിയാണ്, ഞങ്ങൾക്ക് 10 മണിയാണ്, അങ്ങനെ പറയാൻ പറ്റുകയില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ക്രിയേറ്റ് ക്രൈസിസ് ഓർ കൺഫ്യൂഷൻ. ടു അവോയ്ഡ് ദിസ് we take 82.5 degree east longitude, that is the longitude passes through the middle of our country, is taken as the standard meridian of our country, and we calculate that standard time on the basis of this 82.5 degree east longitude, that is the Indian standard time. Do you understand? നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ കൂടി കാണാം. ഇവിടെ നോക്കുക, ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കാണിക്കുന്ന പിക്ചർ. എല്ലാവരും നമ്മുടെ ഡയഗ്രത്തിലേക്ക് നോക്കിയേ, കണ്ടോ? ഇന്ത്യയുടെ ഗുജറാത്ത് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും വെസ്റ്റ് ഭാഗത്തേക്ക് നോക്കുക, ഗുജറാത്ത്. അവിടെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? 68 ഈസ്റ്റ്. നമ്മുടെ ഏറ്റവും അരുണാചൽ പ്രദേശ് കണ്ടോ? ഏറ്റവും ഈസ്റ്റ്. ഇങ്ങോട്ട് നോക്കുക, നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. അരുണാചൽ പ്രദേശിലെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? 97. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിഡിൽ പോർഷനാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ്റെ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? അതിൻ്റെ 68ൻ്റെയും 97ൻ്റെയും കൂടെയും മിഡിൽ പോർഷൻ, ദാറ്റ് മീൻസ് 82.5 ഡിഗ്രി ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്. ആ ലോഞ്ചിറ്റ്യൂഡാണ് ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് വരച്ചു തന്നിരിക്കുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് ടേക്കൺ ആസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരൊറ്റ സമയം നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ വെസ്റ്റ് തൊട്ട് ഈസ്റ്റ് വരെ ടൈം ഡിഫറൻസ് 2 hours ഉണ്ട്. 2 hours. അതിൻ്റെ കാരണം എന്താണ്? 30 ലോഞ്ചിറ്റ്യൂഡുകളാണ് ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോവുക. ഒരു ലോഞ്ചിറ്റ്യൂഡ് കവർ ചെയ്യാൻ നമ്മുടെ എർത്ത് എടുക്കുന്ന സമയം 4 മിനിറ്റാണ്. അപ്പോൾ 30 ലോഞ്ചിറ്റ്യൂഡുകൾ കവർ ചെയ്യാൻ 2 hours ആണ് എടുക്കുക. ഈ 2 hours ഡിഫറൻസ് ഒന്നും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നമ്മൾ പരിഗണിക്കുന്നേയില്ല. നമ്മൾ എപ്പോഴും നോക്കുന്നത് 82.5 ഡിഗ്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ ലോക്കൽ ടൈം നമ്മൾ എടുക്കുന്നു. ഓക്കെ, ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് 82.5 ഡിഗ്രി, ടൈം ഡിഫറൻസ് 3:30 മിനിറ്റ്. അപ്പോൾ what is the time difference between Greenwich Meridian and Indian Standard Time? ഗ്രീനിച്ച് മെറിഡിയനും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിൽ എത്ര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്? ഗ്രീനിച്ച് 0 ഡിഗ്രി, നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം 82.5 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് എത്ര വരും? 82.5 ഡിഗ്രി അല്ലേ? ഒന്ന് 0യും ഒന്ന് 82.5 ഡിഗ്രിയും ആകുമ്പം ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 0 82.5 ഡിഗ്രി നമ്മൾ മൈനസ് ചെയ്താൽ 0 എന്നാ മൈനസ് ചെയ്യാനാ? അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുകളുണ്ട്. ഒരു ലോഞ്ചിറ്റ്യൂഡ് കവർ ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? 4 മിനിറ്റ്. അങ്ങനെ ഗ്രീനിച്ചിൽ നിന്നും ഇന്ത്യയിലെത്താൻ എത്ര മിനിറ്റുകൾ പാസ് ചെയ്യണം? 82.5 ഡിഗ്രി ഇൻറ്റു 4, 330 മിനിറ്റ് വേണം. അതിനെ നമുക്കൊന്ന് അവറാക്കാം. 5 hours 30 മിനിറ്റ്. 5.5 എന്ന് പറഞ്ഞാൽ 5.5 മണിക്കൂർ എന്ന് പറയും. അതിനെ നമ്മൾ കറക്റ്റായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 5 hours 30 മിനിറ്റ് അല്ലേ? അതല്ലേ 5.5 മണിക്കൂർ എന്ന് പറയുന്നത്? 5 hours 30 മിനിറ്റ്. അപ്പോൾ ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ എത്ര എഴുതണം? 5 hours 30 മിനിറ്റ്. 5 hours 30 മിനിറ്റ്. ഇവിടെ നോക്കിയേ, ഗ്രീനിച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് പോകുന്ന 30 ഡിഗ്രി ഈസ്റ്റ്, ദെൻ വെസ്റ്റിലേക്ക് പോകുന്ന 75 ഡിഗ്രി വെസ്റ്റ്. 75 ഡിഗ്രി വെസ്റ്റിൽ സമയം തന്നിട്ടുണ്ട് 7 AM. അപ്പം നമുക്ക് എവിടുത്തെ സമയം കണ്ടുപിടിക്കാം? ഗ്രീനിച്ചിലെ സമയം കണ്ടുപിടിക്കാം. 7 AM നിന്നും 5 hours ആണ് ഗ്രീനിച്ചിലേക്ക് വരാനുള്ള ഡിഫറൻസ്. എവിടുന്നാണ് ടീച്ചറിന് ഈ 5 hours കിട്ടിയത്? 75 എന്ന് പറയുന്നത് എത്ര 15 ചേർന്നതാണ്? 5 അല്ലേ? 15 + 15 അങ്ങനെ 5 പ്രാവശ്യം 15 എടുക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ വരിക 75. അപ്പോൾ ഒരു 15 ഡിഗ്രികൾ കവർ ചെയ്യാൻ എർത്ത് എടുക്കുന്ന സമയം 1 hour. അപ്പോൾ 75 വെസ്റ്റിലേക്ക് പോകുമ്പോൾ എർത്തിന് എത്ര സമയം വേണം? 5 hours. അപ്പോൾ ഗ്രീനിച്ചിലെ സമയം എന്ത് ചെയ്താൽ മതി? 7 AM + 5 hours. 8, 9, 10, 11,
12. ഗ്രീനിച്ചിലെ സമയം 12 noon. അപ്പോൾ നമുക്ക് 30 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എത്ര സമയമാകും? വീണ്ടും 2 hours നമ്മൾ ആഡ് ചെയ്യണം. എന്തുകൊണ്ട് ഇതെല്ലാം ആഡ് ചെയ്യുന്നത്? നമ്മൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ആഡ് ചെയ്യുന്നു, വെസ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 12 noonൽ നിന്ന് നമുക്ക് 2 hours ആഡ് ചെയ്യുമ്പോൾ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ എത്ര സമയമായി? 2 PM. ഡർബനിലെ സമയം 2 PM. ഓക്കെ, അപ്പോൾ വെസ്റ്റിലെ സമയം തന്നു, അവിടുന്ന് നമ്മൾ ഗ്രീനിച്ച് സമയം കാൽക്കുലേറ്റ് ചെയ്തു. ഗ്രീനിച്ചിൽ നിന്ന് നമ്മൾ ഡർബനിലേക്ക് പോയപ്പോൾ വീണ്ടും നമ്മൾ 2 hours ആഡ് ചെയ്തു. ഓക്കെ, 7 AM പ്ലസ് 5 hours 12 noon, 12 noon പ്ലസ് 2 hours that is 2 PM. ദെൻ വീണ്ടും ടീച്ചർ നിങ്ങൾക്കൊരു പിക്ചർ കൂടി തന്നിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി. നോക്കിക്കേ, 0 ഡിഗ്രി മെറിഡിയൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതാണ് ഗ്രീനിച്ച് മെറിഡിയൻ. അവിടെ നിന്നും നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ഈസ്റ്റേൺ, വെസ്റ്റിലേക്ക് പോകുമ്പോൾ വെസ്റ്റേൺ, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വെസ്റ്റേൺ, റൈറ്റിലേക്ക് പോകുമ്പോൾ ഈസ്റ്റേൺ. ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡുകളിലേക്ക് വരുമ്പോൾ സമയം ഗ്രീനിച്ച് സമയത്തിൽ നിന്നും പ്ലസ് ആകുന്നു. വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡുകളിലേക്ക് പോകുമ്പോൾ ഗ്രീനിച്ച് സമയത്തിൽ നിന്നും മൈനസ് ആകുന്നു. എത്രയും മൈനസ് ആകുന്നു? 1 ഡിഗ്രി ടേൺ ചെയ്യാൻ 4 മിനിറ്റ് ആഡ് ആകുന്നു. ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് മൈനസ് ആകുന്നു. 15 ഡിഗ്രി ആണെങ്കിൽ 1 hour പ്ലസ് ആകുന്നു, 1 hour മൈനസ് ആകുന്നു. ഈസ്റ്റ് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്, വെസ്റ്റ് ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഈസ്റ്റും വെസ്റ്റും എല്ലാം നമ്മൾ തീരുമാനിക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? എല്ലാം ഗ്രീനിച്ച് മെറിഡിയൻ, പ്രൈം മെറിഡിയൻ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ഡയഗ്രാം കൃത്യമായിട്ടൊന്ന് പഠിച്ചോണം. ദെൻ ടൈം കാൽക്കുലേഷൻ ഈസ് ബേസ്ഡ് ഓൺ ലോഞ്ചിറ്റ്യൂഡ്സ്. വീണ്ടും ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രൈം മെറിഡിയൻ, ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്, വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്. ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡുകളെല്ലാം ഇ എന്നും നമ്മൾ എഴുതണം. വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡിനെ W എന്ന് എഴുതണം. ഓക്കെ, ഈസ്റ്റും വെസ്റ്റും. അപ്പോൾ ഈ ഒരു ഡയഗ്രാം കൂടി നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കുക. ടൈം സോൺ, ഓരോ 15 ഡിഗ്രിയുമാണ് ഒരു സോൺ. അപ്പോൾ എർത്ത് ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് വരാൻ, അതിനൊരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരാൻ 24 hours വേണം. അപ്പോൾ 15 hours വെച്ച് നമ്മൾ ടൈം സോണുകൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്ര ടൈം സോൺ വരും? 1 hour വെച്ച് 24 ടൈം സോൺസ്. ഒരു ടൈം സോണിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 ഡിഗ്രി. 15 ഡിഗ്രി എന്ത് എടുക്കാൻ കാരണം? 15 ഡിഗ്രി ആകുമ്പോൾ 1 hour അല്ലേ? 15 × 4 അല്ലേ? 1 hour. അപ്പോൾ ഓരോ അവർ വീതമുള്ള 24 ടൈം സോണുകളാണ് നമ്മുടെ എർത്തിലുള്ളത്. അപ്പോൾ എർത്തിന് ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്യാൻ 24 hours വേണം. ആ 24 hoursനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു? 1 hour എന്ന് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 15 ഡിഗ്രിയാണ് ഒരു ടൈം സോൺ. 15 ഡിഗ്രി മീൻസ് 1 hour. അങ്ങനെ ആകെ എത്ര ടൈം സോണുകളുണ്ട് നമ്മുടെ എർത്തിൽ? 24 ടൈം സോൺസ്. നമുക്കൊരു പിക്ചർ കാണാം. നോക്കിക്കേ, ഇതാണ് ടൈം സോൺ കാണിക്കുന്ന പിക്ചർ. നമ്മുടെ എർത്തിനെ 15 വീതമുള്ള 24 ടൈം സോണുകളായിട്ട് തിരിക്കുന്നു. ഒരു ടൈം സോണിൻ്റെ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 1 hour. അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 15 ഡിഗ്രി. ദെൻ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. The longitude 180 degree east and 180 degree west is the same longitude. അതായത് ഇത് നോക്കുക, പ്രൈം മെറിഡിയൻ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ 30, 60, 90, 20, 120, 150, 180 നമ്മളൊരു പോയിന്റിൽ ചെന്നു. 180 പ്രൈം മെറിഡിയൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള മെറിഡിയനാണ് 180. അതുപോലെ തന്നെ നമ്മൾ വെസ്റ്റിലേക്ക് പോകുമ്പോഴും 30, 60, 90, 120, 150, 180 ബോത്ത് സൈഡിൽ കൂടെ പോകുമ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് ഒരേ മെറിഡിയനാണ്. ആ മെറിഡിയൻ്റെ പേരാണ് 180 ഡിഗ്രി. ദാറ്റ് മെറിഡിയൻ ഈസ് കോൾഡ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അതായത് പ്രൈം മെറിഡിയനിൽ നിന്നും 180 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോഴും പ്രൈം മെറിഡിയനിൽ നിന്നും 180 ഡിഗ്രി വെസ്റ്റിലേക്ക് പോകുമ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് ഒരേ മെറിഡിയനിലാണ്. ആ മെറിഡിയൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. International date line is 180 degree east and 180 degree west. So the time difference between these two areas, west and east, is 24 hours. അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുന്ന ഒരാൾക്ക്, ആ ഒരു ലോഞ്ചിറ്റ്യൂഡ് ക്രോസ് ചെയ്യുന്ന ഒരാൾക്ക്
എത്ര ഡിഫറൻസ് വരും സമയത്തിൽ? 24 hours. ദാറ്റ് മീൻസ് 1 day ഡിഫറൻസ്. ഈസ്റ്റിൽ നിൽക്കുന്ന ഒരാൾ വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഹി ഗോട്ട് 1 more day, ആൻഡ് വെസ്റ്റിൽ നിൽക്കുന്നയാളെ